ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തെക്കുറിച്ച് പറയുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസിദ്ധവും പ്രിയങ്കരവുമായ അധ്യായം എന്നാണ്. വേദപുസ്തകത്തിലെ ഇൻ ദി ഹോൾ ബൈബിൾ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസിദ്ധവും പ്രിയങ്കരവുമായ അധ്യായം എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാര് ഈ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു വിശേഷണം, ഇത് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 15 ഈസ് ദി ഗോസ്പൽ വിത്തിൻ ദി ഗോസ്പൽ. സുവിശേഷത്തിനകത്ത് സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ മർമ്മം മുഴുവൻ ഉൾക്കൊള്ളുന്നതായ ഒരു അധ്യായമാണ്. ഗോസ്പൽ വിത്തിൻ ദി ഗോസ്പൽ. ഗോസ്പലിനകത്ത്, സുവിശേഷത്തിനകത്ത സുവിശേഷം. ഗോസ്പൽ വിത്തിൻ ദി ഗോസ്പൽ. പൊതുവെ വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം, വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിൽ 3 ഉപമകളാണ് പ്രസ്താവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു 3 ഉപമകൾ വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്.
ഒന്ന്, കാണാതെ പോയ ആടിന്റെ ഉപമ. 2, കാണാതെ പോയ ദ്രഹ്മയുടെ ഉപമ. കാണാതെ പോയ ആട്. 2, കാണാതെ പോയ ദ്രഹ്മ എന്ന് പറഞ്ഞാൽ പണമാണ്. നമ്മുടെ ഇരിക്കുന്ന ഒരു കോയിൻ പോലെ ദ്രഹ്മ. അതിങ്ങനെ നെറ്റിപ്പട്ടം പോലെയൊക്കെ സ്ത്രീകൾ കെട്ടുന്നതാണ്. കാണാതെ പോയ ദ്രഹ്മ. 3, നഷ്ടപ്പെട്ടു പോയ മകൻ. 3 ഉപമകൾ. ഏതൊക്കെയാണ്? കാണാതെ പോയ ആട്, കാണാതെ പോയതായ ദ്രഹ്മ, 3, നഷ്ടപ്പെട്ടു പോയതായ മകൻ, ഇളയ മകൻ. അതുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ്, കാണാതെ പോയ ആട് നഷ്ടപ്പെട്ടത് കാട്ടിലാണ്. ആട് നഷ്ടപ്പെട്ടത് കാട്ടിൽ, ദ്രഹ്മപ്പണം നഷ്ടപ്പെട്ടത് വീട്ടിൽ, മകൻ നഷ്ടപ്പെട്ടത് അന്യനാട്ടിൽ. 3 വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാണാതെ പോയ ആട് നഷ്ടപ്പെട്ടത് കാട്ടിൽ നഷ്ടപ്പെട്ടു, ദ്രഹ്മ നഷ്ടപ്പെട്ടത് വീട്ടിലാണ്, ഒരു മകൻ നഷ്ടപ്പെട്ടത് അന്യനാട്ടിലാണ്. അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, ആട് നഷ്ടപ്പെട്ടത് 100-ൽ 1 നഷ്ടപ്പെട്ടു, 99 സുരക്ഷിതമാണ്. 100-ൽ 1. ആട് നഷ്ടപ്പെട്ടത് 100-ൽ 1, ദ്രഹ്മ നഷ്ടപ്പെട്ടത് 10-ൽ 1, മകൻ നഷ്ടപ്പെട്ടത് 2 പേരിൽ ഒരാളാണ്. കാണാതെ പോയ ആട് കാട്ടിൽ നഷ്ടപ്പെട്ടു, 100 ആടിൽ 1. കാണാതെ പോയ ദ്രഹ്മ വീട്ടിൽ നഷ്ടപ്പെട്ടു, 10-ൽ 1. നഷ്ടപ്പെട്ടു പോയ മകൻ അന്യനാട്ടിൽ നഷ്ടപ്പെട്ടു, 2-ൽ 1. ഇനി അന്വേഷിച്ചു പോകുന്ന കാര്യമാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു, അന്വേഷിച്ചു പോവുകയാണ്. 1-ാമത്തെ കാര്യത്തിൽ അന്വേഷിച്ചു പോകുന്നത് ഇടയനാണ്. ആടിന്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഇടയൻ അന്വേഷിച്ചു പോകുന്നു. ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയ ഉപമയിൽ നഷ്ടപ്പെട്ട ഉടമസ്ഥയായ സ്ത്രീ അന്വേഷിച്ചു പോകുന്നു. 1, ഇടയൻ അന്വേഷിച്ചു പോകുന്നു. 2, സ്ത്രീ അന്വേഷിച്ചു പോകുന്നു. 3-ാമത്തതിൽ വ്യത്യസ്തമാണ്. പിതാവിനെ അന്വേഷിച്ചു പോകുന്ന മകൻ. പിതാവിനെ അന്വേഷിച്ചു പോകുന്ന മകൻ. 1-ൽ ആടിനെ അന്വേഷിക്കുന്ന ഇടയൻ, ദ്രഹ്മ അന്വേഷിച്ചു പോകുന്ന സ്ത്രീ, അപ്പനെ അന്വേഷിച്ചു പോകുന്നതായ മകൻ. അടുത്തതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഈ 3 ഉപമയിലും അടിസ്ഥാനപരമായി 4 പോയിന്റുകളുണ്ട്. 3 ഉപമയിലും 3 വ്യത്യസ്തമായിരിക്കുന്ന ഉപമകളാണ്. പക്ഷെ അടിസ്ഥാനപരമായി 4 കാര്യങ്ങളുണ്ട്. 1, അന്വേഷിക്കുന്നു. ഡാഷിട്ടിട്ട് ലോസ്റ്റ്, നഷ്ടപ്പെടുന്നു. 2, അന്വേഷിക്കുന്നു. സീക്ക്, SEEK, സീക്ക്, അന്വേഷിക്കുന്നു. 3, കണ്ടെത്തുന്നു. ഫൗണ്ട്, FOUND, ഫൗണ്ട്. 4, സന്തോഷിക്കുന്നു. റിജോയ്സ്. വളരെ വ്യക്തമാണ്. ഒരു ക്ലാസ് പോലെ നിങ്ങൾക്ക് ലളിതമായി പറഞ്ഞു തരികയാണ്. 3 ഉപമയിലും 4 വ്യക്തമായ കാര്യങ്ങൾ കാണാം. 1, നഷ്ടപ്പെടുന്നു, ലോസ്റ്റ്. 2, അന്വേഷിക്കുന്നു, സീക്ക്. 3, കണ്ടെത്തുന്നു, ഫൗണ്ട്. 4, സന്തോഷിക്കുന്നു, റിജോയ്സ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ 3 ഉപമകളില് പൊതുവെ ഈ 3 ഉപമയും കൂടി ചേർത്താൽ തൃത്വം അവിടെ വെളിപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രിനിറ്റി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതാണ് തൃത്വം. ത്രിയേക ദൈവം, പിതാവാൻ ദൈവം, പുത്രനാൻ ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം. ദൈവത്തിന്റെ തൃത്വത്തിന്റെ 3 ആളത്വങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് ഈ 3 ഉപമകളിലും. മുടിയനായ പുത്രന്റെ ഉപമയില് മടങ്ങി വരുന്ന പാപിയെ കൈക്കൊള്ളുന്ന പിതാവാൻ ദൈവം. നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വരുന്നു. അവിടെ വെളിപ്പെടുന്നത് മടങ്ങി വരുന്നതായ പാപിയെ കൈക്കൊള്ളുന്ന പിതാവാൻ ദൈവം. നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഉപമയിൽ വെളിപ്പെടുന്ന ആരാണ്? നഷ്ടപ്പെട്ടു പോയ പാപിയെ തേടി വരുന്ന പുത്രനാൻ ദൈവം. ആടിന്റെ ഉപമയില് നഷ്ടപ്പെട്ടു പോകുന്ന ആടിനെ അന്വേഷിച്ച് പുറപ്പെടുന്ന പുത്രനാൻ ദൈവം.
മൂന്നാമത്തെ ഉപമ അത് ദ്രഹ്മപ്പണത്തിന്റെ ഉപമയാണ്. ആ ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വിളക്ക് കത്തിച്ച് വെളിച്ചത്തിലാണ് ആ സ്ത്രീ അത് തപ്പി നടന്ന് കണ്ടെത്തുന്നത്. വെളിച്ചം പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ ഇറങ്ങി വന്നു. വെളിച്ചമായി അന്വേഷിക്കുന്നതായ പരിശുദ്ധാത്മാവാൻ ദൈവം ദ്രഹ്മപ്പണത്തിന്റെ ഉപമയിൽ. നിങ്ങൾക്ക് മൂന്ന് മനസ്സിലായോ പറഞ്ഞത്? തൃത്വം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവാണ്. പിതാവ് വെളിപ്പെടുത്തുന്ന മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുന്ന അപ്പൻ പിതാവാൻ ദൈവം. പുത്രനാം ദൈവം വെളിപ്പെടുന്നത് ആട് നഷ്ടപ്പെട്ടു പോയപ്പോൾ പാപിയെ തേടി അന്വേഷിച്ചു പോകുന്നതായി പുത്രനാം ദൈവം. ദ്രഹ്മപ്പണത്തിന്റെ കാര്യത്തിൽ അത് വീണ്ടെടുക്കാൻ വേണ്ടി, തിരികെ കണ്ടെടുക്കാൻ വേണ്ടി വിളക്ക് കത്തിച്ച് തപ്പി പരുതി നടക്കുകയാണ്. വെളിച്ചം ആയി വെളിപ്പെടുന്നതായി പരിശുദ്ധാത്മാവൻ ദൈവം. 3 ആളത്വങ്ങളും അതിനകത്ത് വെളിപ്പെടുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതിന്റെ മുഖ്യ സന്ദേശം, 3 ഉപകളുടെയും മുഖ്യ സന്ദേശം എന്ന് പറയുന്നത് പാപിയോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഇന്ന് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ആ സ്നേഹമാണ് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകും. ആ സ്നേഹമാണ് നിങ്ങളെ ആകർഷിച്ചു കൊണ്ടുവന്നത്. നിങ്ങളെക്കാൾ നല്ലവരായി എന്തുമാത്രം യുവാക്കന്മാർ നിങ്ങളുടെ ദേശത്ത് കാണും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനെങ്ങനെയാണ് ഇവിടെ വന്നത്? എന്റെ കർത്താവിന്റെ സ്നേഹം ആകർഷിച്ചു കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരാനുള്ളതായ സാധ്യത ഉണ്ടായിരുന്നില്ല. ആ സ്നേഹത്തെ ഞാൻ എൻ്റെ ആയുസ്സിൽ മറക്കുകയില്ല. ഇനി നമുക്ക് ആദ്യത്തെ ഉപമയിലേക്ക് വരാം. കാണാതെ പോയ ആടിന്റെ ഉപമ. ദി പാരബിൾ ഓഫ് ദി ലോസ്റ്റ് ഷീപ്പ്. നഷ്ടപ്പെട്ടു പോയതായ ആടിന്റെ ഉപമ. വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായം 3 മുതൽ 7 വരെ. മറ്റൊരു ഭാഗത്തുമുണ്ട് മത്തായി സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെ. വായിച്ച് ലൂക്കോസ് 15-3 മുതൽ 7 വരെ. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ 1 കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. വലിയ മർമ്മങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ധ്യാനിക്കാം. ആ മത്തായി സുവിശേഷത്തിനും കൂടി വായിക്കുന്നത് നല്ലതാണ്. 18-ാം അധ്യായം എടുത്തി 12 മുതൽ 14 വരെ വാക്യങ്ങൾ. ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിൽ 1 തെറ്റി ഉഴന്നുപോയാൽ 99 വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആടുകളുടെ ഉപമ. നമ്മളുടെ ഇവിടെ ഒരു സമയത്ത് പാടം, നെൽകൃഷി, ഒരു സമ്പന്നന് എത്ര പറ, എന്തുമാത്രം പാടമുണ്ട്, നിലമുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നൊരു സമയത്തേക്ക് റബ്ബർ പോലെയായി. ഒരു മുതലാളി ആരാണ്? ഒത്തിരി ഏക്കറേജ് ഉള്ളവർ, ഒത്തിരി റബ്ബർ എസ്റ്റേറ്റ് ഉള്ളവർ, അങ്ങനെയൊക്കെ പറയും. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ, പാലസ്തീൻ നാടുകളിൽ അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത്, പ്രധാന കൃഷി എന്ന് പറയുന്നത്, വരുമാന മാർഗം എന്ന് പറയുന്ന ആടുകളാണ്. സാധാരണക്കാർക്കൊരു 300 ആട് കാണും. 300 ആട്. ഒരു ഇടയന് സാധാരണ 300 ആട്. അങ്ങനെ വലിയ സമ്പത്തില്ലാത്തതായ, ഇപ്പൊ 10 ഏക്കറുള്ളതായിരിക്കുന്ന ഒരാള്, 1 ഏക്കറുള്ളതായ ഒരാള് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഇടയനാകെ 100 ആടുകളാണുള്ളത്. അതിന്റെ പ്രത്യേകത എന്നൊരു 300 ആടുകളുടെ പേര് വരെ ഓർത്തിരിക്കും. മിക്കവാറും ആ ഇടയന് എല്ലാ ആടുകളുടെയും പേരറിയാമായിരുന്ന പറയുന്നു.
മനുഷ്യനുണ്ടായ കാലം മുതൽ ആദാമിന്റെ ഒരു മകന്റെ പേരെന്താണ്? ഹാബേലാണ്. ഹാബേൽ ആരായിരുന്നു? ആട് വളർത്തുന്ന ആളായിരുന്നു. ആദ്യത്തെ മകൻ തന്നെ ആട്ടിടയനായിരുന്നു. കാരണം ആടുകളെ വളർത്തി ആദായം എടുക്കുക. നമ്മളുടെ പോലെ പാലെടുക്കാനല്ല, പ്രധാനമായിട്ട് അതിന്റെ രോമം കത്തിരിച്ച് വിൽക്കുകയാണ്. ഇങ്ങനെ രോമം ധാരാളം ഉള്ളതായിരിക്കുന്ന ആടുകളാണ് രോമം കത്തിരിച്ച് വിൽക്കുകയാണ്. മുതലാളിമാർക്ക് അതൊരു വലിയ കൂട്ടങ്ങൾ കാണും, പക്ഷെ അനേക ഇടയന്മാർ കാണും. ഒരു ഇടയന്റെ ഉത്തരവാദിത്വം ഒരു 300 ആടായിരിക്കും. അതിനേക്കാൾ 600 ആട് ഒരു യജമാനുണ്ടെന്നിരിക്കട്ടെ, അപ്പൊ 2 ഇടയന്മാരെയാക്കും. അതൊന്നുമില്ലാത്ത സ്വന്തമായിട്ട് 100 ആടുകൾ മാത്രം ഒരു ജീവസന്ധാരണത്തിന് മതിയായതായിട്ട് പലർക്കും ഉണ്ടായിരിക്കും. ഈ വേദപുസ്തകത്തിൽ ഒരു പ്രത്യേകത, മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തെ ഏറ്റവും മനോഹരമായി വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നത് ആടും ഇടയനും തമ്മിലുള്ള ബന്ധമാണ്. അറിഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം എന്തുമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യൻ എന്തുമാത്രം ദൈവത്തോട് ബന്ധമുണ്ട് എന്നുള്ളത് മനുഷ്യ ഹൃദയത്തിൽ ഒന്ന് പച്ച പിടിച്ച് കിട്ടാൻ തക്കവണ്ണം ഇവിടെ വേദപുസ്തകത്തിൽ പലപ്പോഴും അവതരിപ്പിക്കുന്നത് ദൈവത്തെ ഇടയനായിട്ടും മനുഷ്യനെ ആടുകളുമായിട്ടാണ്. ഒന്ന് വായിച്ച് യെഹെസ്കേൽ 34:31 വായിച്ച്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ബൈബിളിൽ ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ചുരുക്കം ചിലത് മാത്രം ഞാൻ പറയാം. എന്നാൽ എന്റെ മേച്ചൽപ്പുറത്തെ ആടുകളായി എന്റെ ആടുകളായുള്ളവരെ, നിങ്ങൾ മനുഷ്യരത്രേ, ഞാനോ നിങ്ങളുടെ ദൈവമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ ഇടയനാണ്, നിങ്ങൾ എന്റെ ആടുകളാണ് എന്ന് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 23-ാം സങ്കീർത്തനത്തെ വിളിക്കുന്നത് എന്തെന്നാണ്? ഇടയ സങ്കീർത്തനം എന്നാണ്. അതിന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ച്. ഇടയ സങ്കീർത്തനം. കർത്താവായ യേശുക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്ന അതിമനോഹരമായ ഒരു സങ്കീർത്തനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനപ്പാഠം അറിയാവുന്നതായ 23-ാം സങ്കീർത്തനം വായിച്ചേ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അവിടെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്, ഞാനൊരാടാണ്, എന്റെ ഇടയൻ ആരാണ്? ദൈവമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു. ദൈവമക്കളെ, അത് മനോഹരമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയൻ, യഹോവ എന്റെ ഇടയൻ. ഈ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായ ഉദാഹരണമാണ്, ഒരു ഉപമയാണ് ഈ 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയൻ. എന്റെ എന്ന് പറയുമ്പോൾ ഇരുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്ക് കൊച്ചുമക്കള് 8 പേരുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ കൊച്ചുമക്കള്, മക്കളല്ല കൊച്ചുമക്കൾ എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ പലപ്പോഴും മുറിക്കകത്ത് ഒന്നിച്ച് കൂടി കഴിയുമ്പോഴേക്കും സന്തോഷമുള്ളതായ ഒരു കൂടി വരും. പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞിരിക്കും. ചിലപ്പോൾ 1-2 മണിക്കൂറുകളായിരിക്കും വർത്തമാനം പറഞ്ഞും കുട്ടികളുടേതായിരിക്കുന്നതായ കുസൃതിയൊക്കെ കണ്ടും പ്രാർത്ഥിക്കുന്ന അവസാനം ഒരു 15-20 മിനിറ്റ് ആണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അമ്മമാരെല്ലാവരും കൂടെ ഉണ്ട്, വല്യമ്മമാരും ഒക്കെ ഉണ്ട്. ഏറ്റവും ഇളയ പറഞ്ഞാൽ തിരിയില്ലാത്ത 2 വയസ്സുള്ള ഇതാരടിയത്? അവളുടെ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇതാരാ ഇത്? കൊച്ചു പറയുന്നത് എന്താണെന്നറിയാം? അത് അമ്മയാന്നല്ല അവരുടെ. എന്തെന്ന് പറയും? എന്റെ അമ്മ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് അപ്പയ്ക്ക് അറിയാൻ പാടില്ല, എന്റെ അമ്മയാണ്. ഞാൻ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. എന്റെ യേശു എന്ന് പറയാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കും. യഹോവ എന്റെ ഇടയൻ. ഞാൻ അനുഭവിച്ചുകൊണ്ടാ പറയുന്നത്. അവൻ എന്റെ പ്രാണപ്രിയനായ ഇടയനാണ്. എന്റെ യേശു എന്റെ സർവസ്വമാണ്. ഈ വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ ഇടയന്റെ സ്നേഹമാണ്, ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ഞാൻ ഒരു ദിവസം തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പൊ ഒരാളിങ്ങനെ വരുന്നു. രാത്രിയിൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയിട്ട് തിരുവല്ലയിൽ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവര് വന്ന് കൊണ്ടുപോയി. പിന്നെ തിരിച്ച് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. നാൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരാള് വന്ന്, സാറേ, ദുബായില് മാർത്തോമ്മ പള്ളിയിൽ വന്ന് ഇന്ന ഉദാഹരണം പറഞ്ഞ സാറാണോ അത്? വർഷങ്ങൾക്ക് മുമ്പാണ്. എന്റെ അടുക്കലേക്ക് ഒന്ന് ചോദിക്കണം, ദുബായിൽ മാർത്തോമ്മ പള്ളിയിൽ വന്ന് ഇന്ന ഉദാഹരണം പറഞ്ഞതായ സാറാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ ഉദാഹരണം പറയാം. ഇതിനു മുമ്പ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരധ്യാപകൻ കൊച്ചുകുട്ടികളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. 1-ാം ക്ലാസ് നിങ്ങൾ വിചാരിച്ചു, 1-ാം ക്ലാസ് എന്ന് വിചാരിച്ചു. അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ
21 സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. 21 സങ്കീർത്തനം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ വേഗം പറയാം. അധ്യാപകൻ പല നാളുകൾ കൊണ്ട് 21 സങ്കീർത്തനം ആ കുട്ടികളെ മനപ്പാഠം പഠിപ്പിച്ചു. കൊച്ചു പിള്ളേരിൽ എഴുതാനും വായിക്കാനും കൂടുതൽ അറിയാൻ പാടില്ല. ചൊല്ലിക്കൊടുത്ത് എല്ലാവരും പഠിപ്പിച്ചു. ഒരു ഞായറാഴ്ച വന്നപ്പോൾ അധ്യാപകൻ പറഞ്ഞു, 21 സങ്കീർത്തനം പഠിച്ചവരാരെല്ലാം ഉണ്ട്. എല്ലാവരും പഠിച്ചു. പടപടാന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും എഴുന്നേറ്റു. എന്നാ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. 13 പേരുണ്ട് ആ ക്ലാസ്സിൽ. നടന്ന കാര്യങ്ങളുണ്ട് പറഞ്ഞു. 13 പേര്. അധ്യാപകൻ പറഞ്ഞു, ഓരോരുത്തരും വന്ന് ഇവിടുന്ന് പറഞ്ഞ് 13 പിള്ളേരും യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് പറഞ്ഞു. അധ്യാപകന് ഭയങ്കര ഇഷ്ടമായി. മിടുക്കികള് പറഞ്ഞല്ലോ, സന്തോഷം. അവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് അവിടെ ഇരുത്തി. അത്ര നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അധ്യാപകൻ എഴുന്നേറ്റ് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇനി ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധ വെച്ച് കേൾക്കണത്, നിങ്ങളുടെ അനുഭവമാണോ നിങ്ങൾ നോക്കണം. അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ എന്തെന്നാ ചൊല്ലിയത്? എന്തെന്നാ? യഹോവ എന്റെ ഇടയനാകുന്നു. എന്നിട്ട് അധ്യാപകൻ പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുത്തു, യഹോവ എന്റെ സ്വന്തം യേശുവപ്പയാണ്. ആ യേശുവപ്പ എന്റെ ചങ്കിനകത്തുണ്ട്. യഹോവ എന്റെ ഇടയനായി, അത് എന്റെ അമ്മയാണെന്ന് പറയുന്ന പോലെ യേശു എന്റെ സ്വന്തം ഇടയനാണ് എന്ന് ബോധ്യമുള്ള കുട്ടികൾ ആരെല്ലാമുണ്ട്. പൊതുവായി യഹോവ എന്റെ ഇടയനാകുന്നു മനപ്പാഠം പഠിച്ചതല്ല, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് വ്യക്തമായ അനുഭവമുള്ള കുട്ടികൾ എത്ര പേരുണ്ട്? അങ്ങനെ ഉള്ളവരെന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ദൈവത്തിന് 3 പേര് എഴുന്നേറ്റ്. ബാക്കി 10 പേർക്ക് അതില്ല. ഒരു വേദനയാണ്. എന്റെ എന്ന് പറയാനില്ല. സങ്കീർത്തനം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കാണും കുഞ്ഞുങ്ങളെ? എന്റെ ചങ്കിനകത്ത് യേശുണ്ട്. യേശു എന്റെ സ്വന്തം ഇടയനാണ്. ഞാൻ അവന്റെ അനുസരണത്തിനും കീഴിൽ വരുതിക്കുള്ളിൽ നിൽക്കുന്ന അനുസരണമുള്ള ഒരാടാണ്. ചങ്കിനകത്തുണ്ടോ കുഞ്ഞുങ്ങളെ യേശു? ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി പോലും അല്ല എന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കണം. ഞാനത് വിശദീകരിക്കുന്നില്ല. 3 കുട്ടികൾ എഴുന്നേറ്റു. അധ്യാപകൻ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് വ്യക്തമായ അനുഭവമുള്ള ദൈവമക്കൾ ഇവിടെ വന്ന് 21 സങ്കീർത്തനം ഒന്നോടെ ചൊല്ലണം. അങ്ങനെ ചൊല്ലുമ്പോൾ യഹോവ എന്റെ എന്ന് പറയുമ്പോൾ വലത് കൈകൊണ്ട് ഇടത് കൈയുടെ ചൂണ്ടാന്ത് വിരൽ ഇങ്ങനെ പിടിക്കണം. യഹോവ എന്റെ ഇടയനാകുന്നു. യേശുവിന്റെ വിരല് പിടിച്ചതുപോലെ. ദൈവത്തിന്റെ സ്തോത്രം. 3 പേരും ഒന്ന് പറഞ്ഞു. അതിലൊരാളുടെ പേര് ജോർജ് കുട്ടി എന്നാണ്. ആ ഞായറാഴ്ച അങ്ങ് പോയി. പിറ്റേ ഞായറാഴ്ച വന്നു. അറ്റൻഡൻസ് എടുത്തപ്പോൾ ഒരാളില്ല. നടന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞു. ഒരാളില്ല. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ജോർജ് കുട്ടിയാ. ജോർജ് കുട്ടി ഇല്ലല്ലോ. അപ്പോൾ ജോർജ് കുട്ടിയുടെ വീടിന്റെ അടുത്തുള്ളായിരിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, ആശുപത്രിയിലായിരുന്നു, വന്നോന്ന് അറിയാൻ പാടില്ല. ആശുപത്രിയിലായിരുന്നു, ഗുരുതരമായ രോഗമാണെന്നാണ് കേട്ടത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരാളിങ്ങനെ വരുന്നുണ്ട്. ആള് തന്നെ ചോദിച്ചു, ഇവിടുത്തെ 5ാം ക്ലാസ് ഏതാ? അപ്പോൾ ഒരു അധ്യാപകൻ ചൂണ്ടിക്കാണിത് ഇതാണ്. ആ പള്ളിമുറിയുടെ അടുത്തുള്ളായിരിക്കുന്നതായ ആ വരാന്തയുടെ അങ്ങേയറ്റത്തിരിക്കുന്നതായ ക്ലാസ്, അതാണ് 5ാം ക്ലാസ്. അവിടെ വന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വന്ന് ചോദിച്ചു, ഇത് ജോർജ് കുട്ടി പഠിക്കുന്ന ക്ലാസ്സാണോ? അതെല്ലോ. എന്ത്? ആ ജോർജ് കുട്ടി ഇപ്പൊ മരിച്ചുപോയി സാർ. ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ജോർജ് കുട്ടി മരിച്ചുപോയി. വാസ്തവത്തിലൊരു കൂട്ടക്കരച്ചിൽ. അത്രയ്ക്ക് ഒരു സ്നേഹഭാചനമായിരുന്നു. മറ്റുള്ളവരെല്ലാവരുമായിട്ട് പോകുന്നതിന് മുൻപ് ഈ 12 കുട്ടികളും അധ്യാപകനും കൂടി കുന്നേൽ നിന്ന് ഇറങ്ങി ജോർജ് കുട്ടി ഒരു ചെറ്റക്കുടിയിലേക്ക് ചെന്നു. വീട്ടിലകത്ത് കട്ടിലിടാൻ വലിയ സ്ഥലമൊന്നുമില്ല. വരാന്തയില് ജോർജ് കുട്ടിയുടെ ഡെഡ് ബോഡി ഒരു കട്ടിലിൽ വെള്ളം വിരിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. ഇവർ എന്ന് കണ്ണുനീരോടെ കണ്ടു. 12 കുട്ടികളും അധ്യാപകനും. കുറച്ചു നേരം കഴിഞ്ഞു അധ്യാപകൻ മാറി ഒരു മാവിന്റെ വീട്ടിൽ പോയിരുന്ന വേദനയോടെ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി വന്ന് ജോർജ് കുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, സാറ് കണ്ടോ ജോർജ് കുട്ടി കിടക്കുന്നത്? ഞാൻ കണ്ടു, എന്നെ കാണാനവൻ, അത് കാരണം ഞാൻ മാറിപ്പോന്നെ. അല്ല സാറ് കണ്ടോ? സാറ് ശരിക്കും കണ്ടോ? ഒന്ന് ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് ഒത്തിരി നേരം നോക്കി നിൽക്കാറില്ല, മനക്കരുത്തില്ല, അതുകൊണ്ട് ഞാൻ മാറിപ്പോ. അല്ല സാറിങ് വന്നേ.
വിളിച്ചുകൊണ്ട് വന്നു സാറിന്. എന്നിട്ട് പയ്യെ ജോർജുട്ടിയുടെ കൈ കണ്ടോ സാറ്? ജോർജുട്ടിയുടെ കൈ കണ്ടോ? അധ്യാപനം അന്നേരം ജോർജുട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടാ മരിച്ചു കിടക്കുന്നത്. പിള്ളേരെല്ലാരും കേട്ടോ? ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിലേക്ക് അധ്യാപകനെ നോക്കി ഏങ്ങലടിച്ച് കരഞ്ഞപ്പോൾ അമ്മയും അപ്പനും അപ്പുറം നിൽപ്പുണ്ട്. ഈ കൊച്ചു മരിക്കാൻ നേരത്ത് തീരെ പറ്റില്ല. പക്ഷെ വലിയ ശക്തിയോടെ ഈ കൈ ഇങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ പിടിക്കും. എന്റെ പൊന്നു മോനെ, നീ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കും. അവരുടെ കൈ വിട്ട ഉടനെ ഇങ്ങനെ വന്ന് പിടിക്കും. 3 പ്രാവശ്യം അവര് നോക്കി, അവര് പരാജയപ്പെട്ടു. ജോർജുട്ടി ബലത്തോടെ വന്ന് ഇങ്ങനെ കൈ പിടിച്ചു. അങ്ങനെ കിടന്ന് മരിച്ചുപോയി. മരണക്കിടക്കയിലേക്ക് ഇങ്ങനെയാ പിടിക്കണേ. അധ്യാപകരും മറ്റേ കൂട്ടക്കരച്ചിൽ കഴിഞ്ഞ് പറഞ്ഞു, യേശുവിന്റെ കരം പിടിച്ചുകൊണ്ടാ ജോർജുട്ടി മരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൊതി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അടിയൻ പറയട്ടെ, പിടിക്കാൻ കൊള്ളാവുന്ന ഒരു കരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിടിക്കാൻ കൊള്ളാവുന്ന ഒരു കരമുണ്ട്. അത് എനിക്ക് വേണ്ടി ആണിപ്പഴുതുള്ളതായ അരുമനാഥന്റെ തുളയ്ക്കപ്പെട്ട കരത്തിലെ വിരലാണ്. ഇന്ന് ഈ അനുഭവം ഒന്നും പഠിപ്പിച്ചില്ലേലും കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. 100% സത്യമാണ്. ഞാനിവിടെ നിൽക്കുന്നെന്ന് പറയുന്നൊരു തോന്നലല്ലോ, അതുപോലെ തികഞ്ഞ യാഥാർത്ഥ്യമാണ്. എന്റെ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. കാണാതെ പോയ ആടിനെ തേടി വന്ന് യേശു നിങ്ങളെ തേടി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുക. അവന്റെ കരം പിടിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് വരണ്ട, സ്റ്റേജിലേക്ക് വരണ്ട. കർത്താവേ, നിന്റെ രക്തമും ഒലിച്ചിറങ്ങുന്നതായ ആണിപ്പടുതല കരത്തിൽ ഞാനൊന്ന് പിടിച്ചോട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആടും ഇടയനും തമ്മിലുള്ളതായ ബന്ധം ഞാൻ യൂമ എത്രമാത്രം വിശദാംശത്തിൽ പഠിപ്പിച്ചാലും ഈ വ്യക്തിപരമായ പിരിയാത്തതായ സജീവമായ സ്നേഹബന്ധം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ എത്താനായിട്ട് സാധ്യമാകുകയില്ല. കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അത് മാത്രം ഒന്ന് വായിച്ച് യോഹന്നാൻ 10:3-4. അവന്റെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച്, ദൈവത്തിന്റെ സ്തോത്രം. തന്റെ ആടുകളെ ഇടയനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പേർ ചൊല്ലി വിളിക്കുന്നു, പുറത്ത് കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഒരാൾ മുന്നമേ പോകുന്നുണ്ട്. അതാരാണ്? ഇടയനാണ്. നോക്കുമ്പോൾ 100 ആട് ഇങ്ങനെ പുറകാലെ വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പുറപ്പെടാൻ നേരത്തെ ഈ 100 ആട് അത് ചിലപ്പോൾ മയങ്ങി ഉറങ്ങിയോ കിടക്കുമായിരിക്കും. ഇടയനോട് എഴുന്നേറ്റു. ഇടയനോട് എഴുന്നേറ്റെന്ന് വിളിക്കും. പൊതുവായിട്ട് വിളിക്കുന്നത്, ഓരോന്നിന്റെ പേരില്ല, പൊതുവായിട്ട് വിളിക്കുന്നത് താഹൂ 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 എന്ന്. അതിന്റെ അർത്ഥം എന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വായിച്ചതാണ്. താഹൂ എന്ന് വിളിക്കും. എല്ലാവരും തടവുടനെ എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോലെ ഇടയനങ്ങ് പോകും. 100 ആടും ഇങ്ങനെ പുറകാലെ പോരും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടയൻ താഹൂ എന്ന് വിളിക്കും. എല്ലാവരും പുറകെ പോരും. ഒരെണ്ണം പോലും മാറിയെങ്കിൽ എല്ലാവരും പുറകെ പോലും പോരും. ദൈവത്തിന്റെ സ്വന്തം 100 കൊണ്ടുപോകുന്ന ഒരു വിഷമവും ഇല്ല. ഇടയനങ്ങ് നടന്നാൽ മതി. ഞാനൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് ഷുഗർ വരുമോ? അന്ന് അവിടെ ഒരു ഇടയൻ മുന്നാലെ പോയി കഴിഞ്ഞാൽ 100 ആടും പുറകെ പോകും. എനിക്ക് വീട്ടിലായിരുന്ന സമയത്ത് ആടും പറമ്പും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, ഒരു 3 ആട്, ഒരു തള്ളയാട്, ഇച്ചിരി പ്രായമായ 2 കുഞ്ഞുങ്ങള്, 3 കയറും കൂടെ ഒടിച്ചു എന്നെ എന്ത് കാലയിലും ചുറ്റി അവിടെയും ചുറ്റി എന്തൊരു പ്രാഴ്ച വീഴ്ചേക്കണേ. കേരളത്തിലായിരിക്കുന്നതായ ആടുകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 1 അനുസരണയില്ല. 3 4 കൊണ്ടുപോകണമെങ്കിൽ എന്ത് പാടാല്ലേ? ശരിയല്ലേ? പിള്ളേർക്കറിയാൻ പറ്റില്ലേ? എന്റെ ദൈവം, എതിരെല്ലാം പോവും. എന്നാൽ അവിടെ അങ്ങനെ ആയിരുന്നില്ല. ആടുകളൊരു ബലഹീന ജീവിയാണ്. അത് കഴിഞ്ഞിട്ട് തീറ്റയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താഹൂന്ന് വിളിച്ച് തിരിച്ചു കൊണ്ടുവരും. ഒരു വലിയ ആലയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത് ആടിന്റെ കൂടാന്നിരിക്കട്ടെ. ഇവിടെ ഒരു ചെറിയ വാതിലുണ്ട്. ഇത് ആടിന്റെ ഒരു കൂടാണ്. ഇതിനകത്തൊരു ചെറിയ വാതിലുണ്ട്. ആ ഒറ്റ വാതിലാണ് അതിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത്. ആ വാതിലിന്റെ നേരെ താഴെ ഇടയൻ നിന്നിട്ട് ഇടയന്റെ കയ്യിലൊരു കോലുണ്ട്, ഇടയന്റെ വടി. ഇടയന്റെ വടി ഇങ്ങനെ താഴെ വാതിലിന്റെ താഴെ ഇങ്ങനെ അങ്ങ് വെക്കും. ഇത് വാതിലാണെങ്കിൽ ഇങ്ങനെ വടി വെക്കും. അപ്പൊ ആടിനിങ്ങനെ കുനിഞ്ഞേ കയറാൻ പറ്റുള്ളൂ. അത് ഇച്ചിരി സമയം എടുക്കും. അങ്ങനെ കയറുമ്പോഴാണ് ഈ എണ്ണണത്. എല്ലാ ദിവസവും എണ്ണും.
എല്ലാ ദിവസവും എണ്ണും. ഓരോന്നിങ്ങനെ കയറി 1, 2, 3, 99 എണ്ണ എണ്ണി. അടുത്തതില്ല. ഒരാട് പോയി. കൂട്ടിനകത്തേക്ക് കയറിയിട്ട് ഒന്നോടെ എണ്ണി നോക്കി, ഇല്ല. 99 ഉള്ളൂ. ഇടയന് വലിയ വേദനയായി. ഇടയന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ പറയുന്നത് എന്തറിയാമോ? നഷ്ടപ്പെട്ടു പോയതായ ആട് ഒന്ന് പോയി, കൂട്ടം തെറ്റിപ്പോയി. ദൈവമക്കളെ, ആടൊരു ബലഹീന ജീവിയാ. ആടിന്റെ കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു ബലഹീന ജീവിയാ, പ്രതിരോധ ശക്തിയൊന്നുമില്ല. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിവരാൻ അറിയാൻ പാടില്ല. പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു വരും. പക്ഷെ ആടങ്ങനെയല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പോയി കഴിഞ്ഞിരിക്കും, വഴിതെറ്റിപ്പോയി. ചില പച്ച മേച്ചിലുകൾ ഈ ഇടയന്റെ കീഴിൽ ഈ അനുസരണത്തിൽ നിന്നിട്ട് എത്ര നാളായി? എന്നും ഈ പുൽപ്പുറലൊക്കെ കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തളിര് ഇലകളും ഒക്കെ ഉള്ളതായിരിക്കുന്ന വേറെ ചില മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഏശയ്യ 53:6 എന്നറിയാവും. അതിനെക്കുറിച്ച് പ്രവാചകൻ എന്നാ പറയുന്നത്? ഏശയ്യ 53:6 സങ്കീർത്തനം 95:8 അയച്ച്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ഈ തെറ്റിപ്പോകുന്ന ആടുകൾ വായിച്ചോ. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇടയൻ പറയുന്ന വഴിക്കല്ല, താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നത്. 95-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം വായിച്ച്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ശബ്ദം താഹൂ എന്നുള്ളത് ഇപ്പൊ കേൾക്കാനില്ല. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ ഇടയനും നാം അവന്റെ കൈക്കീഴിലെ ആടുകളുമാണ്. ദൈവമക്കളെ, അവന്റെ കീഴിലാണോ നിങ്ങൾ? നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നേ. നമ്മളെ കാക്കാനൊരു ഇടയനുണ്ട്. ഇടയന്റേതായ വരുതിക്കുള്ളിലാണ് നിൽക്കുന്നെങ്കിൽ ഒരു സിംഹത്തിനും കരടിക്കും ഒരിക്കലും അതിനെ വരുതിക്കുള്ളിലുള്ളതായ ആടുകളെ തട്ടിക്കൊണ്ടുവരാൻ സാധ്യമാകിയില്ല. ഒരിക്കൽ ദാവീദ് നോക്കുന്ന സമയത്ത് ഒരു വന്യജീവി വന്ന് അവന്റെ അനേക ആടുകൾ ഒരെണ്ണത്തിന് പിടിക്കാൻ നോക്കി. പക്ഷേ അത് ദാവീദ് അതിനോട് ഇടയനായിരിക്കും ദാവീദ് അതിനോട് മല്ലടിച്ചതിനെ കൊന്നു. ആടിനെ രക്ഷിച്ചു. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ആടിനെ രക്ഷിക്കും. ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചൊരു നല്ല ഇടയനുണ്ട്. ദൈവമക്കളെ, കൂട്ടം തെറ്റരുത് കേട്ടോ. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ മർമ്മം നിങ്ങളോട് പറയാം. ഇവിടെ ആടിന് എന്താ നഷ്ടപ്പെട്ടു? ഒറ്റ വാക്ക് നിങ്ങൾക്ക് അറിയാവോ? ബന്ധം നഷ്ടപ്പെട്ടു. ആടിന് നഷ്ടപ്പെട്ടത് ബന്ധമാണ്. ഏതെല്ലാം കാര്യങ്ങളിൽ? 1, ഇടയനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. 2, മറ്റാടുകളുമായിട്ടുള്ളതായ ബന്ധം നഷ്ടപ്പെട്ടു. ഫെലോഷിപ്പുമായിട്ടുള്ളതായ ബന്ധം നഷ്ടപ്പെട്ടു. മറ്റാടുകളുമായിട്ടുള്ളതായ ബന്ധം മാത്രമല്ല, ഇടയനിൽ നിന്നുള്ളതായ ശബ്ദവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഇപ്പൊ കേൾക്കാൻ വയ്യ. താഹൂന്ന് വിളിക്കണ കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഇത് അകലെ പോയി കഴിഞ്ഞു. വചനം കേൾക്കാൻ സാധ്യമാകുന്നില്ല. ഒരിക്കലും നിങ്ങൾ ബന്ധം മുറിയരുത്. കുടുംബ ബന്ധങ്ങൾക്ക് ഒരിക്കലും ഇടിവുണ്ടാകരുത്. സ്നേഹബന്ധത്തിന് ഒരിക്കലും ആ സ്നേഹത്തിന്റെ ചരട് പൊട്ടിപ്പോകാനായിട്ട് ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയും, വരുതിക്കുള്ളിൽ നിൽക്കാൻ മനസ്സില്ലാതെ അഹങ്കാരത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം തനിയെ തോന്നിവാസം നടക്കണമെന്നാണ് ഈ നാടുകളുടെ ആഗ്രഹം, പ്രത്യേകിച്ച് യുവതലമുറയുടെ. 18-ന്റെ 1 വായിച്ചേ. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു. അടുത്ത വാക്യം കൂടി. സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. പിന്നീട് പറയുകയാണ്, ആ ഇടയൻ എന്തിനു കൊള്ളാം? ആ ആടുകൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? എന്നെ ഒരിക്കൽ കുത്തിയില്ലേ? എന്നെ ഒരിക്കലും ഉപദ്രവിച്ചില്ലേ? തിരിഞ്ഞു നിന്ന് കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം തിരിഞ്ഞു നിന്ന് നടത്തുന്നവരെയും കൂട്ടായ്മക്കാരെയും കുറ്റം പറയുന്നൊരു പ്രവണത നാശത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പ്രവണതയാണ്. ആ ആടിന് വിനയപ്പെടാൻ മനസ്സില്ല. ഇടയന്റെ വരുതിക്കുള്ളിൽ നിൽക്കാൻ മനസ്സില്ല. അതിനുണ്ടായിരിക്കുന്ന സ്നേഹബന്ധമില്ല. നിങ്ങൾ ഓർത്തുകൊള്ളണം, അപകട മേഖലയിലാണ്. വെളിച്ചത്തിൽ നിന്ന് അകലും തോറും നിങ്ങൾ ഇരുട്ടിനോട് അടുക്കുകയാണ്. ഒന്ന് വഴിതെറ്റി വരുന്ന ആടിനെ ചാടിപ്പിടിച്ച് കടിച്ചു കീറി കൊന്നു തിന്നാൻ പച്ച ഇറച്ചിക്കും ചൂട് രക്തത്തിനു വേണ്ടി കൊതിക്കുന്ന സിംഹങ്ങളുണ്ട്, കരടികളുണ്ട്, പുലികളുണ്ട്. പ്രേമത്തിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും
ചില പെൺകുട്ടികളുടേതായ മധുരവാക്കുകളുടെയും പിന്നാലെ അകന്നുപോയി അവസാനം കടിച്ചു കീറി നാശത്തിന്റെ അടിമകളായി തീരാൻ ഇടവരരുത്. ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ പാപവഴിയിൽ നിന്ന് ഇന്ന് തിരിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. കൂട്ടനിച്ചു പോയ ആരെങ്കിലും ഉണ്ടോ? അനേകരുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ എത്ര എണ്ണ പോയത് പറഞ്ഞു? എത്ര എണ്ണ പോയത്? 100-ൽ എത്ര എണ്ണം പോയി? ഒരെണ്ണം പോയുള്ളൂ. എന്താ നമ്മൾ വായിച്ച മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും? 99-നെ വിട്ടേച്ച് രണ്ടാമത്തെ പോയിന്റ് ചേടി വരുന്ന ഇടയൻ. ഒന്ന് നഷ്ടപ്പെട്ടു പോയ ആട്, അതാ ഞാൻ ഇത്ര നേരം പറഞ്ഞു. രണ്ടാമത് തേടി വരുന്ന ഇടയൻ. മട്ടത്തിലാന്ന് തോന്നില്ലേ? 99-നെ ഇട്ടേച്ച് പോണ ശരിയാണ്. എല്ലാം മറന്നുപോയി. നമ്മുടെ വീട്ടിൽ 4 പിള്ളേരുണ്ടെന്ന് ഇരിക്കട്ടെ. നമ്മുടെ വീട്ടിൽ 4 പേരുടെ അതുപോലെ തുല്യ സ്നേഹമാണ്, അപ്പനും അമ്മയ്ക്കും. അതെ, ഒരു കൊച്ചിനെ കാണാനില്ല. 3-4 വയസ്സുള്ള ഒരു കൊച്ചിനെ കാണാൻ ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ. ദൈവമക്കളെ, അന്നേരം നമ്മൾ കഥ കടച്ചോ? മറ്റേ പിള്ളേരൊക്കെ എവിടെയൊക്കെയാണ്? അല്ലെങ്കിൽ അടുപ്പത്ത് കഞ്ഞി ഇരിക്കുന്നുണ്ടോ? ഒന്നും ചിന്തിക്കില്ല. ഓടി നോക്കുമെന്ന്, ആദ്യം കിണറ്റിലൊന്ന് പോയി നോക്കും, അല്ലെങ്കിൽ അപ്പുറം ഒന്ന് പോയി നോക്കും, റോഡിലേക്കൊന്ന് ചെന്ന് നോക്കും. എല്ലാം മറന്ന് എന്റെ കൊച്ചിനെ കാണാനില്ലല്ലോ, ഓടുമില്ല. ദൈവമക്കളെ, സ്നേഹബന്ധത്തിൽ പിടിക്കപ്പെട്ട ഇടയൻ ഓടുകയാണ്. ഞാനൊരു വാചകം ഇന്ന് എഴുതി വെച്ചു: ഇടയൻ മറ്റാരെയും നിയോഗിച്ചില്ല. അടുത്തടുത്ത് ധാരാളം ഇടയന്മാരുണ്ട്. അവരുടെയൊക്കെ ആടുകൾ ആലക്കകത്തുണ്ട്. നിങ്ങൾ പലരുണ്ടല്ലോ, നിങ്ങൾ ഒരാൾ എന്ന് എൻ്റെ ഇന്ന പേരിലായിരിക്കുന്ന ആട് നഷ്ടപ്പെട്ടു പോയി എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, പോയത് ഇടയൻ തന്നെയാണ്. സ്വർഗപിതാവിന്റെ ഏകജാതനായ നല്ല ഇടയനായ വലിയ ഇടയനായ ശ്രേഷ്ഠ ഇടയനായിരിക്കുന്ന പൊന്നു കർത്താവ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ, തോന്നിവാസം അകന്നുപോയ, പാപത്തിന്റെ മട്ടുപിച്ചു കുടിച്ചുകൊണ്ട് നടന്നതായ, ജഡത്തിന്റെയും മനോവികാരങ്ങളുടെയും അടിമയായി നടന്ന എന്നെ തേടി വന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇറങ്ങിപ്പോട്ടുകയാണ്. കാടും മലയും ആവലോടെ തേടുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് സത്യത്തിന്റെ ആത്മാവിൽ ഒരു വചനം പറയട്ടെ. ഹല്ലേലൂയ. ആ ഇടയൻ ഇവിടെ തേടി വന്നതായ കാലൊച്ചയുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വിശുദ്ധ ബന്ധത്തിൽ നിന്ന് അകന്നുപോയ ദൈവമക്കളെ ഇന്ന് ഒന്ന് തേടിപ്പിടിച്ച് ചുമലിലേന്തി തിരിച്ച് യഥാസ്ഥാനപ്പെടുത്താൻ കൊതിയോടെ നല്ല ഇടയൻ വന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ നല്ലത്. ഹല്ലേലൂയ. ഇന്ന് പ്രസംഗം കേൾക്കുന്ന ദിവസമല്ല, യഥാസ്ഥാനപ്പെടുന്ന ദിവസമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേയായി, സന്ധ്യയായി ദൈവസിംഹത്തിന്റെ ഒരു അലർച്ച കേൾക്കുന്നു, കരടിയായിരിക്കുന്ന മുരൾച്ച കേൾക്കുന്നു. അതിന് പേടിയാകുന്നു. ഒറ്റപ്പെട്ടു പോയി, കൂട്ടമില്ല, ഇടയനെ കാണാനില്ല, മറ്റുള്ള ആടുകളെ കാണാനില്ല. നേരം ഇരുണ്ട് വരുന്നു. വന്യമൃഗങ്ങളുടേതായ ആ മുറുമുറുക്കത്തിന്റെ ശബ്ദമെല്ലാം കേൾക്കുന്നു. ആട് കരയാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരച്ചിൽ ആദ്യം കേട്ടത്, വന്യമൃഗം ഓടി വരുന്നതിന് മുമ്പ് കേട്ടത് ഇടയനാണ്. ദൈവമക്കളോട് ഞാൻ വ്യക്തമായൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് പേടിയാകുന്നു. ഹല്ലേലൂയ. സാത്താൻ എന്നെ വിഴുങ്ങും. ഹല്ലേലൂയ. പിശാചെന്ന ദുരാത്മാവ് എന്നെ തകർത്ത് കളയും. ഈ പ്രേമത്തിന്റെ കുരുക്ക് എന്നെ തൂക്കി കൊന്നുകളയും. ദൈവമക്കളെ, എന്റെ ദൈവത്തോട് നിങ്ങൾക്കൊന്ന് പറയാമോ? യേശു വന്നിട്ടുണ്ട്. ഇന്ന് നഷ്ടപ്പെട്ടു പോയ ചില ആടുകളെ തേടി എന്റെ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. മനുഷ്യാവതാരത്തിൻ്റെതായ ലക്ഷ്യം തന്നെ എന്തിനാണ്? ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് എന്തിനാണ്? വായിച്ചേ, ലൂക്കോസ് 19:10 നോക്കിയേ. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ യേശു ക്രിസ്തു മോദമെഴും തിരുമാറുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതൻ ഇന്ന് വന്ന് എന്തിനാണ്? ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് അകന്ന് ഭൂമിയിലെ പാപത്തിന്റെ പിന്നാലെ, ജഡത്തിന്റെ പാപത്തിന്റെ പിന്നാലെ, ലോകസുഖത്തിന്റെ പിന്നാലെ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും കൂട്ടുകെട്ടിന്റെയും ശാപത്തിന്റെയും ജഡീക സുഖങ്ങളുടെയും പിന്നാലെ അഴിഞ്ഞാടിപ്പോയി ദൈവശബ്ദത്തിൽ നിന്ന് അകന്ന് കൂട്ടായ്മയും തെറ്റിപ്പോയ ചില പാടുകളെ എന്നേക്കുമായി തള്ളിക്കളയുകയില്ല. 99-ൽ 1 പോയുള്ളൂ. അതിന്റെ ഇഷ്ടപ്രകാരം പോയതല്ലേ, അങ്ങ് പോട്ടെ, അത് തന്നിഷ്ടക്കാരനല്ലേ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, ഈ പോകല്ലേ എന്തുമാത്രം തർജ്ജം ചെയ്ത് പറഞ്ഞതാണ്, എന്തുമാത്രം ഉപദേശം കേൾപ്പിച്ചതാണ്. എന്നിട്ടും ഇറങ്ങിപ്പോയില്ലേ, അങ്ങ് പോയി. ഇപ്പൊ പോകുമ്പോ അവസാനം അറിയാം അതിന്റെ തിക്തമായ അനുഭവം എന്താണെന്ന്. പോകട്ടെ എന്ന് വെച്ചില്ല. ഹല്ലേലൂയ.
കർത്താവിന്റെ ഒരു അവയവം പോകുന്ന പോലെയാണ്. സ്നേഹവാത്സല്യത്തോടെ തേടി വരുന്ന കാലുകൾ നമ്മുടെ അടുക്കലേക്ക് എത്തിയിരിക്കുകയാണ്. മകനെ, നിന്റെ അടുക്കൽ ഈ ആട് എത്തിയിരിക്കുകയാണ്. ഈ ഇടയൻ എത്തിയിരിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എന്റെ കർത്താവിന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ആരും നശിക്കുന്നത് എന്റെ ഇടയൻ ഇഷ്ടമല്ല. ഒന്നല്ലേ പോയുള്ളൂ. ഹാലലൂയ, ഹാലലൂയ. യുവതലമുറ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവരരുത്. നഷ്ടപ്പെട്ടു പോയ അനേക ആടുകൾ നിങ്ങളുടെ പ്രായക്കാർ നിങ്ങളുടെ ദേശത്തുണ്ടല്ലോ. നിങ്ങളുടെ കാലുകളൊന്ന് തേടിപ്പോകണം. ഹാലലൂയ. ദൈവം പ്രസാദിക്കുന്ന വേല ചെയ്യണം. ഹാലലൂയ. ഇടയനെയും കൊണ്ട് നിങ്ങൾ ഓടിപ്പോകണം ദൈവമക്കളെ. ഹാലലൂയ. നാശത്തിലേക്ക്, കെടുതിയിലേക്ക്, നിത്യ അന്ധകാരത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് അടുത്തു പോകുന്നായ പൈശാചികന് ബന്ധന കെട്ടിൽ കുരുങ്ങിക്കിടക്കുന്നായ ചില സഹോദരി സഹോദരന്മാരെ തേടി നിങ്ങൾ പോകണം. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ ആട്. രണ്ട്, തേടി വരുന്ന ഇടയൻ. മൂന്നാമത്തെ എന്താണ്? ആ തേടി വന്ന ഇടയൻ ആടിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു, വേദനയുടെ ശബ്ദം കേട്ടു, ഓടിച്ചെന്നു. അവൻ എന്ത് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5 വായിച്ചേ, 5 മുതല്. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെ. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. ആ ഓരോ വാക്കുകളും ദൈവമക്കളെ ഞാൻ കൊതിയോടെയാണ് പറയുന്നത്. 2 അടി വെച്ച് കൊടുക്കുകയല്ലേ ഇത്? എന്തിനാ കൂട്ടം വിട്ടു പോകുന്നത്? എനിക്കൊത്തിരി വേദനയുണ്ടായില്ലേ? ഞാൻ ഈ മുള്ളും കല്ലും എല്ലാം ചവിട്ടി ഇവിടെ വരേണ്ടതായിട്ട് വന്നില്ലേ? 99 വിട്ടിച്ച് പോരേണ്ടതായിട്ട് വന്നില്ലേ? തിരിച്ചു ചെല്ലുമ്പോൾ ആരെല്ലാം കാണും എനിക്കറിയാമോ? നീ എന്ത് പണിയാണ് ചെയ്തത്? ശകാരമില്ല, വഴക്കില്ല, തല്ലില്ല. ഹാലലൂയ. ചെന്ന വഴിയെ വാരി കോരിയെടുത്ത് തോളിലേക്ക് അങ്ങ് വെച്ചു, അങ്ങ് തലോടി. ഹാലലൂയ. നിങ്ങൾക്കത് അനുഭവിക്കാൻ കേട്ടോ. കൊടുംപാപികളെ തേടി വന്ന കർത്താവായ യേശുക്രിസ്തു പാപിയിൽ പ്രധാനിയായിരിക്കുന്ന എന്നെയും നിങ്ങളെയും തേടി ഇന്ന് വാച്യാർത്ഥിലൂടെ വന്നിരിക്കുകയാണ്. അവൻ നിങ്ങളെ ഉപദ്രവിക്കുകയല്ല, ശാസിക്കുകയല്ല, നിങ്ങളെ കൊട്ടുകയല്ല, തല്ലുകയല്ല, ഉപദ്രവിക്കുകയല്ല, ഹാലലൂയ, വഴക്ക് പറയുകയല്ല. നിന്നെ സ്നേഹവാത്സല്യത്തോടെ ആണിപ്പെടുന്ന കരം എടുത്ത് തോളിലേന്തി ഇപ്പോൾ സന്തോഷത്തോടെ മടങ്ങി വരികയാണ്. കാട്ടിൽ വെച്ച് കണ്ടുകിട്ടി സന്തോഷമായി ഇപ്പോൾ പോകുന്നത് ആലയിലേക്കാണ്. ഹാലലൂയ, ഹാലലൂയ. അടുത്തുള്ളതായിരിക്കുന്ന ബാക്കി എല്ലാ ഇടയന്മാരെയും വിളിച്ചു, എന്റെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരികെ കിട്ടിരിക്കൂ, നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞു. ഹാലലൂയ, ഹാലലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ആടിന് സന്തോഷം, ഇടയന് സന്തോഷം, മറ്റാടുകൾക്ക് സന്തോഷം, സ്വർഗത്തിൽ സന്തോഷം. നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ ഓർത്ത് 99 സന്തോഷമുണ്ട്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവത്തെ പാപം ചെയ്ത് വേദനിപ്പിച്ചവരാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ദൈവമക്കള്. ദൈവത്തെ വേദനിപ്പിച്ച് ദൈവത്തിന് വേദന കൊടുത്ത് ഹാലലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആരെല്ലാം ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുക്കൽ തേജോമയനായ കർത്താവായ യേശുക്രിസ്തു മകനേ എന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് ചെല്ലാമോ? ഹാലലൂയ. അവൻ നിങ്ങളെ എടുക്കുകയാണ്, അവൻ നിങ്ങളെ തോളിലേന്തുകയാണ്, അവൻ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇന്ന് യഥാസ്ഥാനപ്പെടുന്ന ദിവസമായിട്ട് മാറണം. നഷ്ടപ്പെട്ടു പോയ ആടിന്റെ കൂട്ടത്തിലല്ല, ഒന്നിച്ചു നിൽക്കുന്ന കൂട്ടായ്മയിൽ അംഗമായിട്ട് മാറണം. അത് സ്വർഗ വീടാണ് ഈ ആലയം എന്ന് പറയുന്നത്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നാശത്തിലേക്ക് പോകുന്നവരെ കാൽവറിയിൽ കണ്ടുമുട്ടി. ഹാലലൂയ. കർത്താവായ യേശുക്രിസ്തു നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് കാൽവറി ക്രൂശ്. ഹാലലൂയ, 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 ഹാലലൂയ. നിനക്ക് വേണ്ടി തേടി വന്നപ്പോൾ ഏറ്റതായ മുറിപ്പാടുകൾ നിനക്ക് കാണാൻ വയ്യേ? ആ ക്രൂശിനെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, ഇനി ഞാൻ തെറ്റിപ്പോകുകയില്ല. ഒന്ന് കേട്ടേ ദൈവമക്കളെ. ഹാലലൂയ. ആ ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങളൊന്ന് വന്നേ, ഈ ഇടയന്റെ കാൽക്കളൊന്ന് വീണേ. ഹാലലൂയ, ഹാലലൂയ. പേർ ചൊല്ലി വിളിക്കുകയാണ്, മകനെ ഇന്ന് മടങ്ങി വരവേണ്ട ദിവസമാകട്ടെ, മടങ്ങി വരവേണ്ട ദിവസമാകട്ടെ. ഹാലലൂയ. അരുമനാഥൻ ഇടയനായി കൈക്കൊള്ളുന്ന ദിവസമായി മാറട്ടെ. ആ കുട്ടി മരിച്ചു കിടന്നപ്പോൾ അരുമനാഥനായ ഇടയന്റെ വിരൽ പിടിച്ചതുപോലെ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആണിപ്പഴുത്തുള്ളതായ കരം പിടിക്കാൻ നിങ്ങൾക്ക് മനസ്സാണോ? ഹാലലൂയ. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. ഹാലലൂയ. യേശുവിനെ ഉള്ളം കണ്ണുകൊണ്ടെന്ന് കാണുക. യേശു വന്നിട്ടുണ്ട്, അവൻ കരം നീട്ടുന്നുണ്ട്. ഹാലലൂയ. യേശു എന്റെ ഇടയൻ, യേശു എന്റെ ഇടയൻ, യേശു എന്റെ സ്വന്തം ഇടയൻ എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വലതു കരം കൊണ്ട് യേശുവിൻ്റെതായ ചൂണ്ടാതി വരൽ പിടിക്കുന്നതായ ദൈവമക്കൾ ഇപ്രകാരം പിടിച്ചുകൊണ്ടെന്ന് കരം ഉയർത്താമോ? ഒന്ന് ഉയർത്തിക്കുക. ഞാനും പിടിക്കുക. ഓ ഹാലലൂയ, 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 ഹാലലൂയ. ഇത് യേശുവിന്റെ ആണിപ്പെടുത്തൽ കരം പിടിക്കുന്നതായ സമയമാണ്. ഹാലലൂയ. ജീവിതം കർത്താവിന് വേണ്ടി കൈമാറുന്ന സമയമാണ്. യേശുവിന്റെ വിരലിൽ ഹാലലൂയ
ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ വക, ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ വക, ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ മാത്രം വക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.